ആലപ്പുഴയിലെ ബാക്ക് വാട്ടേഴ്സൊക്കെ കണ്ട് ഷാപ്പ് വാക്കുന്നത് பெரிய பஸ் ஸ்டாப் அது போட் ஸ்டாப் தான் ഒന്നുമില്ല, ബോട്ടിലാണ്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ രാവിലെ കാണുന്നെങ്കിൽ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ശേഷം കാണുന്നെങ്കിൽ ഗുഡ് ഈവനിങ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ അർജുൻ ബാല. രവി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. രവിക്ക് ഇന്ന് വർക്ക് ഉള്ളത് കൊണ്ട് രവി അവിടെ എറണാകുളത്ത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. നമ്മൾ നേരെ ഇന്നലത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ ആലപ്പുഴയിൽ വന്നു. കഴിഞ്ഞ വീഡിയോ ഫംഗ്ഷൻ ആയിരുന്നല്ലോ, അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ഫൺ ഓറിയന്റഡ് വ്ളോഗാണ്, കാണാം. അപ്പോൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിൽ വന്നു. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വന്നു. നമ്മളിപ്പോൾ എങ്കിരിക്കോ ചേർത്തല, ആലപ്പുഴയിലെ ചേർത്തലയിലാണ് ഇപ്പോൾ ഉള്ളത്. ചേർത്തലയിലെ വുഡ്ലാൻഡ്സ് ലോഡ്ജിൽ ഇന്നലെ രാത്രി 11 മണിക്ക് വന്നു. അപ്പോൾ വേഗം വന്നു, കിടന്നുറങ്ങി. ഇപ്പോൾ സമയം 9 മണിയായി. ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു തന്നത് ചേർത്തല അതുപോലെ ആലപ്പുഴ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യലാണ്. സോ ഗോയിങ് ദർ. ഒരു മുന്നേ ബാല നമ്മുടെ നേരെ പോകണിട്ടുണ്ട് കേട്ടോ. വയനാട് സ്പെഷ്യൽ നേരെ പോ. എൻ്റെ നേരെ പോ വീട്ടിലാണ്, അത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കറപ്പിലേക്ക് കയറി. സോ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ ആര്യാസ് ചേർത്തല. ഇവിടുത്തെ സ്പെഷ്യൽ മസാല ദോശയാണ്. അപ്പോൾ ആദ്യത്തെ മസാല ദോശ ബാല കൊണ്ടുപോയി. രണ്ടാമത്തെ മസാല ദോശ ആയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അല്ല, മസാല ദോശ മാത്രമല്ല ഞാൻ ഓർഡർ ചെയ്തുള്ളൂ, വട പറഞ്ഞില്ലല്ലോ. അല്ലല്ലോ വന്ന സാധനം ഇപ്പം നമ്മൾ തിരിച്ച് അടുക്കളയിലേക്ക് കഴിക്കണില്ല, അത് വേറെ കാര്യം. എൻ്റെ 2 ചങ്ങായിമാർ പറയുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും നെയ് റോസ്റ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ, മസാല ദോശനെ തീരെ അവഗണിക്കണമെന്ന്. അപ്പോൾ ചങ്ങായിമാരെ, ഞാൻ മസാല ദോശയും കഴിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹോട്ടൽ ആര്യാസ് ചേർത്തല. നല്ലൊരു മസാല ദോശ, വട, ചായ ഒക്കെ നന്നായിരുന്നു. സോ നമ്മളിനി പോകാൻ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലേക്ക് നമുക്ക് ബസ്സിൽ പോവാം. KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ഏതാ കിട്ടാറില്ല, ഏതിലാണെങ്കിലും പോകാൻ പറ്റുന്ന വലിയ ദൂരമൊന്നുമില്ല, 22 കിലോമീറ്ററോളേ ഉള്ളൂ. ആലപ്പുഴ KSRTC ബസ്സേ ഒന്ന് നിൽക്കൂ, ഞങ്ങൾ 2 ആൾ കയറാനുണ്ട്. ഇത് എവിടുന്ന് വരണാണാവോ? അപ്പം തിന്നാൽ പോരെ, കുഴിയണോ അല്ലേ? നമുക്ക് ആലപ്പുഴ പോയാൽ പോരെ, എങ്ങായി എന്തായാലും പോവാം. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു. ബാല ഇങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് ആലപ്പുഴയുടെ കായലോര ഭംഗി ആസ്വദിക്കുകയാണ്. ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴേ ബാക്കി ചില്ലറില്ലാന്നും പറഞ്ഞിട്ട് ഒരു മിൽക്ക് പേട തന്നതാണ്. ഇങ്ങനത്തെ പൊതിയിൽ മിൽക്ക് പേട ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നുണ്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആലപ്പുഴ എത്തി. ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അതെന്ത് പോക്കാണ് എങ്ങായി. ബാലെ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന ബോട്ടിലല്ല, ദേ ഈ കാണുന്ന ബോട്ടിൽ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, കയറ് തന്നെ. ഇവിടെ പ്രൈവറ്റ് ബോട്ടുകൾ കുറേ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിലാണ് കയറിയിരിക്കുന്നത്. മെല്ലെ പോവാം. എവിടെ പോകുന്നതെന്ന് പോലും അറിയാണ്ടാണ് കയറിയുന്നത്. കയറിയതിന് ശേഷമാണ് നമ്മൾ ചോദിച്ച് കാവാലാണ് പോകണമെന്ന് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് കാവാലത്തേക്കുള്ള ഒരു ബോട്ട് യാത്ര. ആലപ്പുഴയിലെ ബാക്ക് വാട്ടേഴ്സൊക്കെ കണ്ട് പോവാം. ഒരു എക്സ്പ്രഷൻ ഇല്ല മുക്കാറിങ്ക. അല്ലടങ്ങായി വണ്ടി എടുക്ക്, നമ്മൾ കുറേ നേരമായി വന്നിരിക്കണു, ഏതാണ്ട് 20 മിനിറ്റോളായി. അല്ല, നമുക്ക് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാലും പോകണമല്ലോ. അല്ല, ഈ ഡ്രൈവറൊന്നും ഇല്ലേ? അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ കയറിയിട്ടുണ്ട്. അടുത്ത ബെല്ലോട് കൂടി വണ്ടി പുറപ്പെടുന്നതായിരിക്കും. ടിൻഡിൻ ടിൻഡിൻ. അങ്ങനെ വണ്ടി പുറപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഡ്രൈവർ ബാക്കിലാണ് അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് സമയം കളയാണ്ട് മ്യൂസിക് തുടങ്ങാം. മ്യൂസിക് സ്റ്റാർട്ട്സ്. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win it life, I never miss, that's fact, taking big swings,
dish, hand me the bat. Put me in the ring, you'll go out in a bag. Cause I sing what I mean and I bring it to the mad light. Ain't got time to kill, I got time to feel. I took the red pill, I know life's short so I wanna live real. But how's it supposed to feel? അങ്ങനെ ഈ കണ്ടക്ടർ സാർ വന്നപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത ഞാൻ അറിഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് കാവാലത്തേക്ക് ബോട്ടിൽ വെറും 23 രൂപ. 23 രൂപയ്ക്കൊക്കെ മുതലാവോ? നമുക്കല്ല, അവർക്ക് മുതലാവുമെന്ന്. കാരണം നല്ല ദൂരണ്ടേ. ഇപ്പോൾ പോണ വഴിയിൽ ഒരു വലിയൊരു ബിൽഡിങ് കണ്ടു. ഇതാണ് ആലപ്പുഴയിലുള്ള ഹാവേലി ബാക്ക് വാട്ടർ റിസോർട്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ പഴയ ജയ്സൽമീറിലെ ഒരു റിസോർട്ടിൻ്റെ വൈബാണ് അടിച്ചത്. സംഭവം 4 സ്റ്റാർ. പിന്നെ ഇവിടെ കുറേ പ്രൈവറ്റ് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 5 ആൾ 10 ആളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സംഭവം എടുക്കുകയാണ് നല്ലത്. നമ്മളിപ്പോൾ 2 ആളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അത് അടുത്ത ഹോട്ടല് ഒലീവിയ, ഇത് 3 സ്റ്റാറിൻ്റെ കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് തത്തമ്പള്ളി എന്നാണ്. അപ്പം നമ്മളിപ്പോൾ നേരെ മുന്നോട്ട് പോയിട്ട് ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ പോണ്. സ്റ്റോപ്പ് ഇറങ്ങും. எங்க வந்து நல்ல ஷாப்பு பாக்குதோ பெரிய பஸ் ஸ்டாப், அது போட் ஸ்டாப் இருக்கு. അങ്ങനെയാണ് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. എവിടെ ഇറങ്ങേണ്ടതെന്ന് ഒരു ഐഡിയയും ബാലക്കില്ല. എനിക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ല. സ്റ്റോപ്പ് എത്തുമ്പോൾ അവരെ ഇറക്കി വിടുമായിരിക്കും നമ്മളെ, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ പോണു. ഈ ഹൗസ് ബോട്ടുകളുടെ വരവ് കാണുമ്പോൾ തന്നെ എന്താ ഒരു ലുക്ക് ഇല്ലേ? അല്ലേ, ഇതിലൊക്കെ ഒരു ദിവസം എന്തായിരിക്കുമല്ലേ റേറ്റ്? നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇതിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അല്ല ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ റേറ്റ് പരിപാടികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, ഒരു ഏകദേശം അറിഞ്ഞിരിക്കാനാണ്. അപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ KL4 ആലപ്പി, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം. ഇവിടത്തേക്ക് 2ാം തവണയാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ വന്നത് 2020-ലാണ്. അന്ന് കൊറോണ ഉണ്ടല്ലോ, അത് നമുക്കൊക്കെ പണി തരണേൻ്റെ ഒരു 2 ആഴ്ച അല്ല 3 ആഴ്ച മുമ്പ് നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്തു. പെട്ടെന്നിട്ട പ്ലാനാണ് ആലപ്പുഴയ്ക്ക്, ഞാനും അച്ഛനും അമ്മയും കൂടിയും. അങ്ങനെ വന്നതാണ്. അങ്ങ് ദൂരെ കാണുന്നത് ഒരു കള്ള് ഷാപ്പാണോ? കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ ഭാഗങ്ങളിൽ കള്ള് ഷാപ്പുകളിലൊക്കെ നല്ല ഫുഡ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം. ഈ കാണുന്നത് ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളുടെയൊക്കെ സീസൺ ആരംഭിച്ചു കേട്ടോ. ഉടനെ തന്നെ നമ്മുടെ പൂരത്തിൻ്റെ ഒരു വ്ളോഗ് വരുന്നതായിരിക്കും. ഈ സ്ഥലത്തിൻ്റെ പേര് വെറൈറ്റിയാണ്, അമ്പല ജെട്ടി. അതായത് അമ്പലം അടുത്തുള്ളത് കൊണ്ട് ഉള്ളൊരു ബോട്ട് ജെട്ടി. നാട്ടിൽ ചെറിയ ചെറിയ ബസ്സുകൾ ഇങ്ങനെ ഇട റോട്ടിലൂടെ പോകുന്ന പോലെയാണ് ഇവിടെ ഇങ്ങനെ ബോട്ട് പോകുന്നത് ഓരോ നാട്ടിലേക്ക്. രസമാണ്. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്ന അത് ഇത് കൂടെയാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ എല്ലായിടത്തും അതിൻ്റെ ബോർഡൊക്കെ കണ്ടിട്ട് എനിക്ക് വന്ന് ഓണം സമയത്താണ് തോന്നുന്നുണ്ട് അതിൻ്റെ വള്ളംകളി പരിപാടികളൊക്കെ നടക്കുന്നത്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യാൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഞാനിപ്പോൾ പറഞ്ഞ പുന്നമടക്കായലില്ലേ, അതാണ് ഈ പുന്നമടക്കായൽ. ബൈ ദ വേ, എൻ്റെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ ഇനിയും ഈ പാട്ടൊക്കെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിങ്ങളെ അഭിപ്രായം പറയുക. ഈ ഇരിക്കുന്ന ചേട്ടൻ നമുക്ക് ഈ ഇറങ്ങേണ്ട സ്റ്റോപ്പിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ 2 സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കാവാലമൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ബോട്ട് നിർത്താൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ 1.25 മണിക്കൂർ വെറും 23 രൂപ കൊണ്ട് നമ്മൾ ഈ ആലപ്പുഴയുടെ ബാക്ക് വാട്ടേഴ്സൊക്കെ കണ്ടു. തുടക്കത്തിലൊരു ആവേശം ഉണ്ടായി, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മടുപ്പ് വരും. എപ്പോഴാണ് എത്താൻ തോന്നിയിട്ടുള്ളൊരു മടുപ്പ്. പക്ഷേ
കാവാലം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. നമുക്കൊന്ന് ചുറ്റിക്കാണാം. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ കടയിൽ പോയി ആലപ്പുഴ സ്പെഷ്യൽ കരിമീനൊക്കെ കിട്ടുമെന്നൊന്ന് നോക്കാം. മീൻ സാപ്പിടുവീങ്കല്ലേ, ഫിഷ് സാപ്പിടുവീങ്കല്ലേ? അത് കൊള്ളാം. ഈ മയിൽക്കുറ്റി നോക്കി നോക്കി, കൃഷ്ണപുരം 0 കിലോമീറ്റർ. അത് ഞങ്ങൾക്ക് അറിയാൻ ചങ്ങായി, കൃഷ്ണപുരം ബ്രിഡ്ജ്. അപ്പോൾ ഇതാണ് കൃഷ്ണപുരം ബ്രിഡ്ജ്. അല്ല, ഇതല്ല കേട്ടോ, ഇത് താറാവുകൾ വിൽക്കപ്പെടും എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കൃഷ്ണപുരം പഴയ ബ്രിഡ്ജ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കൃഷ്ണപുരത്തെ പുതിയ ബ്രിഡ്ജ്. അല്ല, ഈ ചില സിനിമകളിലൊക്കെ ഈ കൃഷ്ണപുരം കൊട്ടാരം എന്ന് പറയുകയാണ്. ആ കൃഷ്ണപുരം തന്നെയാണോ ഇത്? 1948 മുതൽ ഈ ടൗണിലുള്ളൊരു ബേക്കറിയാണ്, ടൗൺ ബേക്കറി. അല്ലാതിപ്പോൾ ആരാ, നയൻതാരയോ? അത് ഏത് കാലത്തെ ഫോട്ടോ ആണോ? അപ്പോൾ മനസ്സിനക്കര സമയത്തൊക്കെ ഉള്ളതാ. നൊസ്റ്റു അടിച്ചു. നയൻതാര കണ്ടിട്ടല്ല കേട്ടോ, ആ ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ട്, പഴയ കാലത്തെ ജ്വല്ലറിയുടെ പരസ്യം. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഹോട്ടലും ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ വിട്ടു. അല്ല, ഞാൻ അങ്ങനെ വളവളാന്ന് സംസാരിക്കണത് ബോറാവുണ്ടോ? ഉണ്ടെങ്കിൽ പറയും കേട്ടോ, കാരണം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അവതരണം കുറേ ആയി ചെയ്യണം. അതുകൊണ്ട് നമ്മളൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചു നോക്കണതാണ്. അങ്ങനെ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ നമ്മളൊരു കടയിലെത്തിച്ചു. പക്ഷേ അവിടെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. നമ്മുടെ സങ്കല്പത്തിലൊത്ത ഒരു കടയായിരുന്നില്ല. അങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല മീനൊക്കെ കിട്ടുന്ന ഒരു നാടൻ കട. പക്ഷേ അതല്ല ഞാൻ കണ്ടത്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ആലപ്പുഴയ്ക്ക് തന്നെ പോകാമെന്ന് വെച്ചു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ്, ഇക്കരയിൽ നിന്ന് നമുക്ക് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ കയറിയിട്ട് അപ്പുറത്തെ കരയിൽ പോകാം. ഇവിടെ നമ്മൾ മാത്രമല്ല, വണ്ടികളെല്ലാം കയറ്റി ഇട്ടിട്ടുണ്ട്. ഇക്കരയിൽ കടകൾ കുറവാണ്, അതുകൊണ്ട് നമ്മൾ അക്കരയിലേക്ക് പോകാം. മാത്രമല്ല, അക്കരയിൽ പോയാലാണ് നമുക്ക് KSRTC കിട്ടുള്ളൂ. ഇതൊന്നുമില്ല, ബോട്ടിലാണ്. നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കൊള്ളാട്ടോ. ഇപ്പുറത്തെ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ടേ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ചില എമർജൻസി സിറ്റുവേഷനുകളിലൊക്കെ ആളുകൾക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് പാടല്ലേ ഇത്. ഇനിയിപ്പോൾ ഇനി വേറെ ബ്രിഡ്ജ് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ മെല്ലെ പുറപ്പെട്ടു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, വണ്ടികളൊക്കെ ഉണ്ട്. ഈ കരയിൽ നിന്ന് ജസ്റ്റ് അപ്പുറത്തെ കര വരെ പോകുന്നുള്ളൂ. ഷോർട്ടായിട്ടുള്ളൊരു ട്രിപ്പ്, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക്. വെറും 5 രൂപയുള്ളൂ കേട്ടോ. വണ്ടിക്ക് എത്ര എനിക്കറിയില്ല, ഞങ്ങൾ ആളുകൾക്ക് 5 രൂപയുള്ളൂ. വയലും വീടും അവിടെ എവിടെയും തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത മോഡലിലുള്ളൊരു ഷോപ്പ് ഇല്ല. അതായത് നമുക്ക് ഒരു ചെറിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, ആലപ്പുഴ, കുട്ടനാട് എന്നൊക്കെ പറയുമ്പോൾ അതുപോലത്തെ കടകളല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഉള്ള ചെറിയ കടകൾ. അപ്പോൾ ആലപ്പുഴയ്ക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും വലിയ വിശപ്പൊന്നും ആയിട്ടില്ല. നമ്മുടെ മസാല ദോശ അത്യാവശ്യം കേരളത്തിൽ തന്നെ കിടപ്പുണ്ട്. ഇത് കൊള്ളാമല്ലേ, നല്ല ഫിനിഷിംഗ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ചേർത്തലയിൽ പോയാലേ നമ്മുടെ മീശക്കാരൻ ദിലീപേട്ടൻ്റെ കട ഉണ്ട്, പക്ഷേ അതുവരെ പോകാൻ എനിക്ക് ക്ഷമയില്ല. അപ്പോൾ ഹോട്ടൽ യുവരാജിൽ കയറി ഒരു മീൽസ ഓർഡർ ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ച വൈബ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ട്, മീൻ കറി ഉണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു കരിമീനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കരിമീനൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടും, എന്നാലും ആലപ്പുഴയിലുള്ള കരിമീൻ ഒരു സ്പെഷ്യലല്ലേ. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിയാലോ. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. രാവിലെ കഴിച്ച മസാല ദോശയുടെ എനർജിയൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ ഒരു പിടി പിടിക്കുക കേട്ടോ. കുറേ ആയി ഒരു ഡീറ്റെയിൽ ഫുഡ് ബ്ലോഗ് ചെയ്തിട്ട്, സമയവും സന്ദർഭവും ഒത്തു വന്നിട്ടില്ലേ, അതന്നെയാണ്. അപ്പം നമുക്ക് ഉടനെ തന്നെ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ കഴിച്ചിട്ട് വരാം. അങ്ങനെ ലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ചേർത്തല തിരിച്ച് റൂമിലേക്ക് പോകണം. ഫുഡ് കുഴപ്പമില്ല, ഭയങ്കര കത്തി റേറ്റ് ആട്ടോ. ഫുഡ് എപ്പി ഇരിക്കും പിടിച്ചെടുക്കാം. നെയ്മീനില്ല, കരിമീൻ. അങ്ങനെ കരിമീൻ ചിന്ന സൈസ്. മസാല கொஞ்சம் ஓவராக இருக்கிற மாதிரி தான் எனக்கு தோணிடுச்சு. பரவாயில்ல. പക്ഷേ എനിക്ക് கொஞ்சம் കൂടെ എക്സ്പെക്റ്റേഷൻ ഇരുന്നത്.
നമ്മളിനിയിപ്പോൾ ചേർത്തലയിലേക്ക് പോവാം. നമ്മൾ തിരിച്ച് ചേർത്തലയിലെത്തി. ചേർത്തലയിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, മരീസ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊളീഗായിരുന്നു ഫ്യൂച്ചർ A4-ൽ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. സോ പുള്ളിക്കാരുടെ വീട്ടിലൊന്ന് പോകണം അല്ലേ? ആഡം ജോൺ അപ്പാക്ക് താൻ പോகிறோம். അതായത് അവളുടെ മാരേജിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. കുട്ടീൻ്റെയായി നെയിമിങ് സെറമണിക്ക് വിളിച്ചു, അപ്പോഴും പോകാൻ പറ്റിയില്ല. നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തായിരുന്നു, നമ്മൾ വയനാട് ട്രിപ്പിൻ്റെ ആ സമയത്തായിരുന്നു അല്ലേ? അതുകൊണ്ട് 3 months அந்த டைமில் தான் വയനാട് ട്രിപ്പ് ഇരുന്നത്. സോ അപ്പോഴും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു ട്രിപ്പിൽ അതൊന്ന് അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് പോവാം. പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും വാങ്ങണമല്ലേ? കിറ്റ്, ഒരു കിഡ്സ് കിറ്റ് എന്തെങ്കിലും, ബേബി കിറ്റ് വാങ്ങാം. 6 months ആയിരിക്കും എനിക്ക് കുഴന്തേക്ക്. സോ പോവാം. സോ ലെറ്റ്സ് ഗോ ഔട്ട്. ചേർത്തല ടൗണിലുള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ ബേബി കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. ഒട്ടും വൈകാതെ തന്നെ മരീസയുടെ ഹസ്ബൻഡ് ജോൺ കാറായിട്ട് വന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മരീസയും ഹസ്ബൻഡ് ജോണും. മോൻ ആഡം ഉറങ്ങുകയാണ് കേട്ടോ. ഒന്ന് കണ്ടു ഞങ്ങൾ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ചേർത്തലയിലുള്ള പാരഡൈസ് സിനിമേഴ്സിലാണ്. ഒരു സിനിമ ആണ്, സെക്കൻഡ് ഷോ. ടോവിനോൻ്റെ പുതിയ പടം അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്നാൽ അവരെ ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരാം സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു കംപ്ലീറ്റ് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. ലേറ്റായി. ഇപ്പോൾ സമയം 12 മണി. സോ നമ്മൾ മരീസയുടെ വീട്ടിൽ പോയി അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. അവിടെ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ, കാരണം എനിക്കൊരു ചെറിയ ചമ്മൽ. വളരെ വളരെ ഹാപ്പിയായി ഫസ്റ്റ് ഓഫ് ഓൾ, ബിക്കോസ് ആദ്യമായിട്ടാണ് മരീസനെ കാണുന്നത്, ജോണിനെ കാണുന്നത്. കുട്ടി, അവരുടെ ഫാമിലി എല്ലാവരെയും കണ്ടു. അവർ നന്നായി നമ്മൾ ട്രീറ്റ് ചെയ്തു. ഇനി വന്ന് വേഗം നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും കാണാൻ പോയത്. അതൊരു പെട്ടെന്നിട്ട പ്ലാനാണ്. കിടിലം പടം. ആക്ടർ, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ആക്ടേഴ്സ് എല്ലാവരും വേറെ ലെവൽ. നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൽ നമ്മുടെ മമ്മൂക്കാക്ക് ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഇതിൽ ടോവിനോൻ്റെ സ്ക്വാഡ് ഉഷാർ. അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. പടം ത്രൂ ഔട്ട് കംപ്ലീറ്റ് എൻഗേജിങ്. ഫസ്റ്റ് ഹാഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ, സെക്കൻഡ് ഹാഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ, രണ്ട് തരത്തിൽ പോകുന്നൊരു ഇതാണ്. ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണണം, തീർച്ചയായും കാണണം. ഒരിക്കലും നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ആവില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തും. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ലോങ് വീഡിയോ ആണെന്ന് അറിയാം, കാരണം ഇന്നത്തെ നമ്മുടെ ആലപ്പുഴയിലെ കാഴ്ചകൾ, അതോടൊപ്പം തന്നെ ചേർത്തലയിൽ തിരിച്ചു വന്ന കാഴ്ചകൾ, സിനിമ അനുഭവങ്ങൾ, അതെല്ലാം ചേർത്തിട്ടുള്ളൊരു വ്ളോഗ്. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പറയാം. എൻ്റെ ഈ വീഡിയോ, അതായത് നമ്മുടെ ഈ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിലെ വീഡിയോസ് ചുരുക്കം ചിലരിലേക്കൊക്കെ എത്തണമെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. ഒന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് പുറത്താണ്. എവിടെ ഇരുന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ സോഫയിലിരുന്നാണോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥലം പട്ടാമ്പി, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ബാംഗ്ലൂർ, അല്ല ഇനി അമേരിക്ക, അങ്ങനെയുള്ള എവിടെയായിരുന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനിയും കാണാം. അതുവരയ്ക്കും ബൈ ഫ്രം അർജുൻ.